Good morning, guys. Today we discuss about the topic advance payment of tax. അഡ്വാൻസ് എന്നാൽ നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. നമുക്കറിയാം ഇൻകം ടാക്സിൽ ഒരു അസസ്സി ടാക്സ് പേ ചെയ്യേണ്ടത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഇയറിലല്ല, നെക്സ്റ്റ് ഇയറിലായിരിക്കും. ദാറ്റ് മീൻസ് ഏത് വർഷമാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആ വർഷം കഴിഞ്ഞിട്ടുള്ള വർഷമാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എന്നാൽ ഏത് ഇയറിലാണോ ഇൻകം ജനറേറ്റ് ചെയ്തത് ആ വർഷം തന്നെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വർഷം തന്നെ ഗവൺമെൻറ്റിലേക്ക് ചില ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ടാക്സ് ഓർ സർട്ടൻ പെർസെൻറ്റേജ് അടയ്ക്കുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു അസസ്സിക്ക് പ്രീവിയസ് ഇയറിൽ 10,000 rupees ഓർ അതിൽ കൂടുതലോ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ അസസ്സി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടായിരിക്കണം. Next, assessee in default, section 218. An assessee who fails to pay the advance tax on the specified dates is deemed to be an assessee in default, liable to interest and penalty. That means ഒരു സെക്ഷൻ 218 പ്രകാരം സ്പെസിഫൈഡ് ഡേറ്റ്സിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിൽ ഫെയിലാകുന്ന ഒരു അസസ്സി ഇൻ ഡിഫോൾട്ടായാണ് കണക്കാക്കുന്നത്. ഈ അസസ്സിക്ക് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി പേ ചെയ്യാൻ ആ അസസ്സി പേ ചെയ്യാൻ ലയബിളായിരിക്കും. Next, we move on to another topic, credit for advance payment of tax, section 219. Credit is given in regular assessment for any tax paid. സെക്ഷൻ 219 പ്രകാരം ഒരു അസസ്സി അഡ്വാൻസ് ടാക്സ് അടച്ചാൽ കറക്റ്റ് ഓർ റെഗുലർ അസസ്മെൻറ്റിൻ്റെ ബേസിലാണ് ക്രെഡിറ്റ് നൽകുന്നത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് advance tax, section 234b. If advance tax is not paid or the amount of advance tax paid is less than 19% of the assessed tax, the assessee shall be liable to pay in simple interest at 1% per month from first day of April following the financial year. Note that the interest under section 234b shall not be payable if the advance tax is less than rupees 10,000. അതായത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത എമൗണ്ട് അസസ്ഡ് ടാക്സിൻ്റെ 19% കുറവാണെങ്കിലോ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത് നൽകാൻ അസസ്സി ലയബിളാണ്. സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് സെക്ഷൻ 234b പ്രകാരം അഡ്വാൻസ് ടാക്സ് 10,000 rupees കുറവാണെങ്കിൽ അസസ്സി ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. Next, we discuss about another topic, interest for deferment of advance tax, section 234c. Deferment means postponement. അതായത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിൽ ഒരു അസസ്സി ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അഡ്വാൻസ് ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഓർ ലെസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ആസ് അണ്ടർ. അതായത് അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയാണ് അടയ്ക്കേണ്ടത്. ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ ഡിഫോൾട്ട് വരുത്തിയാൽ താഴെ പറയുന്ന രീതിയിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. ഇതിൽ 4 columns ആണ് പ്രൊവൈഡ് ചെയ്തത്. ഫസ്റ്റ്, സിറ്റുവേഷൻസ്. നെക്സ്റ്റ്, റിക്വേർഡ് പേയ്മെൻറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ പീരീഡ്, എമൗണ്ട് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഏത് എമൗണ്ടിൻ്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. ഫസ്റ്റ്, ബിഫോർ 15th ജൂണിന് മുന്നേ ആണെങ്കിൽ അഡ്വാൻസ് ടാക്സ് 15% ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇതിന് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത് ഫോർ 3 months നമ്മൾ പേ ചെയ്യണം. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15% ഓഫ് ടാക്സ് ഡ്യൂ ആയതിൻ്റെ ബേസിലാണ്. നെക്സ്റ്റ്, ബിഫോർ 15th September റിക്വേർഡ് പേയ്മെൻറ്റ് 45% ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് പീരീഡ് എല്ലാത്തിനും സെയിം ആസ് അബവ്. നെക്സ്റ്റ്, 45% ടാക്സ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബിഫോർ 15th December 75% ആണ് റിക്വേർഡ് പേയ്മെൻറ്റ്. അതായത് ബിഫോർ 15th December മുന്നേ നമ്മൾ 75% അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിരിക്കണം. ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അറ്റ് 1% പെർ മന്ത് ഫോർ 3 months. 75% ടാക്സ് ഡ്യൂ അഡ്വാൻസ് ടാക്സ് ഡ്യൂ ആയതിൻ്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ബിഫോർ 15th March
100%. റിക്വേർഡ് പേയ്മെൻറ്റ് 100% ആണ്. അതിന് ഡിഫോൾട്ട് വരുത്തിയാൽ 1% സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 months ആണ് പേ ചെയ്യേണ്ടത്. 100% ടാക്സ് ഡ്യൂ, അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ചെയ്തതിൻ്റെ 100% അതിൻ്റെ 100% ഡ്യൂ ആയതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, for business assessee covered under presumptive tax scheme under section 44 AD. If the tax paid up to 15th March is less than 10% on the tax due, simple interest on the amount of shortfall at 1%. അതായത് സെക്ഷൻ 44 AD പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സ് സ്കീം അണ്ടറിൽ വരുമ്പോഴുള്ള കേസിലാണ് പറയുന്നത്. ഇഫ് മാർച്ച് 15th വരെ പേ ചെയ്ത ടാക്സ് അടയ്ക്കേണ്ടതിൻ്റെ 10% കുറവാണെങ്കിൽ ആ ഷോർട്ട് ഫോൾ വന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ബേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പേയബിൾ ഇഫ് ദ ടാക്സ് പെയ്ഡ് ഈസ് മോർ ദാൻ 12%. അതുപോലെ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പേയബിൾ ഇഫ് ദ ടാക്സ് ഈസ് പെയ്ഡ് ഈസ് മോർ ദാൻ 36%. അതായത് അടച്ച ടാക്സ് 12% കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ അടച്ച ടാക്സ് 36% കൂടുതലാണെങ്കിലും ഇൻട്രസ്റ്റ് നൽകില്ല. നെക്സ്റ്റ് ലാസ്റ്റ് നോട്ടായി പറയുന്നുണ്ട്. സെക്ഷൻ 234C പ്രകാരം 10,000 rupees കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു അനദർ ടോപ്പിക്. In the interest under section 234B and C in the case of a non-resident assessee. In the case of a non-resident or foreign company, all payments received from Indian sources are subject to TDS, and hence such assessee is not liable to interest under section 234B and C. അണ്ടർ സെക്ഷൻ 234B and C പ്രകാരം ഒരു നോൺ റെസിഡൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയുടെ കാര്യത്തിൽ ഇന്ത്യൻ സോഴ്സിൽ നിന്നും ലഭിക്കുന്ന എല്ലാ പേയ്മെൻറ്റുകളും TDSന് വിധേയമാണ്. ആയതിനാൽ അത്തരം അസസിക്ക് അവർ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ അസസി ഈസ് നോട്ട് ലയബിൾ ടു ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B and C. അത്തരം അവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ലയബിൾ ആയിരിക്കില്ല. അതായത് അവർ ഇൻട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട്സ് ആയി 2 points പറയുന്നു. where the total income includes capital gains or casual incomes like lotteries, card games, etc., then no interest under section 234C will be charged if the assessee has the entire advance tax payable on such capital gains or winning lotteries, etc. അതായത് ടോട്ടൽ ഇൻകത്തിൽ ക്യാപിറ്റൽ ഗെയിൻസ് കൂടാതെ അല്ലെങ്കിൽ ക്യാഷ് ഇൻകംസ് ലൈക്ക് ലോട്ടറീസ്, കാർഡ് ഗെയിംസ്, ഇതെല്ലാം 234C പ്രകാരം ഇൻട്രസ്റ്റ് അവർക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ഓർ വിന്നിങ്സ്, ക്യാഷ് ഇൻകം, ഇതിനൊക്കെ അസസി എൻറ്റയർ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ഇൻട്രസ്റ്റ് നൽകേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ഫോർ ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് അണ്ടർ ദിസ് സെക്ഷൻ ദ ഇൻകം ഷാൾ ബി rounded off to the nearest multiple of 100 and for this purpose any fraction of 100 shall be ignored. അതായത് ഈ സെക്ഷൻ പ്രകാരം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇൻകം റൗണ്ടഡ് ഫിഗർ ആയിരിക്കണം. അതായത് ഫ്രാക്ഷൻസ് ഒന്നും പാടില്ല. ഫോർ എക്സാമ്പിൾ 1299 ആണ് നമുക്ക് കിട്ടിയ ഇൻകം. ഇത് നമ്മൾ റൗണ്ടഡ് ആയിട്ട് 1200 എടുക്കൂ. ദാറ്റ് മീൻസ് ഫ്രാക്ഷൻ ഓഫ് 100 വിൽ ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ. ഇൻട്രസ്റ്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ടിൽ 3 type ഓഫ് ഇൻട്രസ്റ്റ് ആണുള്ളത്. അതായത് ഈ 3 type ഓഫ് ഇൻട്രസ്റ്റ് 3 sections ആയിട്ടാണ് പറയുന്നത്. അതായത് സെക്ഷൻ 234A, സെക്ഷൻ 234B ആൻഡ് സെക്ഷൻ 234C. First we discuss about the calculation of interest payable under section 234A. If the assessee has not filed the return before due date, then he or she has to pay interest 1% of the tax payable. Then interest will be calculated from the due date of filing return.
അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഓർ ഡ്യൂ ഡേറ്റിൻ്റെ ഓൺ ഓർ ബിഫോർ അതിന് മുൻപായോ അന്നോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് അതായത് ഇൻകം അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് നൽകാൻ ആ അസസി ലയബിളാണ്. അതായത് പേ ചെയ്യേണ്ട ടാക്സിൻ്റെ 1% ഇൻട്രസ്റ്റ് നൽകണം. നമ്മൾ മുന്നേ പറഞ്ഞതാണ്. നെക്സ്റ്റ് റിട്ടേൺ സബ്മിറ്റ് ഓർ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് മുതലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്യൂ ഡേറ്റ് ഈസ് 31st July ആൻഡ് യു ഹാവ് പെയ്ഡ് ടാക്സ് ഓൺ 2nd December. Therefore the delay will be 5 months. Interest shall be paid in for 5 months. അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് July 31st ബട്ട് നമ്മൾ ടാക്സ് പേ ചെയ്തത് December 2nd. ഡിലേ വന്നത് 5 months ആയിരിക്കും. ദാറ്റ് മീൻസ് 31st July to 2nd December 5 months ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് ആ ഡിലേ വന്ന ഷോർട്ട് ഫോൾ വന്ന ആ 5 monthsനായിരിക്കും. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234A പറയുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ under section 234B. Number of months for which interest is payable on shortfall amount at 1% per month. അതായത് ഷോർട്ട് ഫോൾ വന്ന എമൗണ്ടിൻ്റെ 1% per month ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. ഇൻട്രസ്റ്റ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി ചാർജ്ഡ് ഫോർ 2 cases. ഇനി ഇൻട്രസ്റ്റ് 2 കേസിലാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസ് വെൻ എ ടാക്സ് പെയർ ഈസ് പേയബിൾ ഈസ് ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ് ആൻഡ് ഹി ഫെയിൽസ് ടു ഡു സോ. ദറ്റ് മീൻസ് ടാക്സ് പെയർ അഡ്വാൻസ് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആണ്, ബട്ട് ഹി ഫെയിൽസ് ടു ഡു സോ. അയാൾക്കത് പേ ചെയ്യാൻ കഴിയാത്തൊരവസരത്തിൽ നെക്സ്റ്റ് വെൻ എ ടാക്സ് പെയർ ഹാസ് പെയ്ഡ് അഡ്വാൻസ് അഡ്വാൻസ് ബട്ട് ദ എമൗണ്ട് പെയ്ഡ് ഈസ് ലെസ് ദാൻ 90% ഓഫ് ദി അസസ്ഡ് ടാക്സ്. അതായത് ദാറ്റ് മീൻസ് നമ്മളൊരു അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് പ്രൊഡിക്റ്റ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ഇത്ര ഇൻകം വരും, ഇത്ര പെർസെൻറ്റേജ് നമ്മൾ പേ ചെയ്യണം എന്നുള്ളത്. ആ ഒരു പ്രഡിക്ഷൻ നമുക്ക് ഇത്ര ഉണ്ടായിരിക്കും എന്നുള്ള പ്രഡിക്ഷനിലായിരിക്കും. നമ്മൾ ടാക്സ് കൊടുക്കാനുള്ളതിൻ്റെ 90% കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അതിൽ കുറവാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കാൽക്കുലേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234C. If the provisions are not complied, then interest shall be applied. അതായത് അഡ്വാൻസ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തില്ലെങ്കിലാണ് ഈ ഇൻട്രസ്റ്റ് വരുന്നത്. ഇവിടെ 3 കോളംസിലാണ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തത്. ഫസ്റ്റ് ഡേറ്റ്, നെക്സ്റ്റ് റിക്വയർഡ് പേയ്മെൻ്റ് ആണ്, അത് പെർസെൻറ്റേജിലാണ്. നെക്സ്റ്റ് എങ്ങനെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് എന്താണ്. ഫസ്റ്റ് 15th June ആണെങ്കിൽ റിക്വയർഡ് പേയ്മെൻറ്റ് 15% ആയിരിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോ ഇൻട്രസ്റ്റ് പേയബിൾ ഇഫ് ദി അഡ്വാൻസ് ടാക്സ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 12% ഓഫ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി പെയ്ഡ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ 12% എങ്കിലും ഈക്വൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നൽകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 15th September 45% ആണ് റിക്വയർഡ് പേയ്മെൻറ്റ്. നോ ഇൻട്രസ്റ്റ് പേയബിൾ ഇഫ് അഡ്വാൻസ് ടാക്സ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 36% ഓഫ് ദി ടാക്സ് ലയബിലിറ്റി. അതായത് അഡ്വാൻസ് ടാക്സ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ 12% എങ്കിലും ഈക്വൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നൽകേണ്ടതില്ല. നെക്സ്റ്റ് 15th December 75% ആണ് റിക്വയർഡ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234C ഓൺ ഷോർട്ട് ഫോൾ ഇൻ ടാക്സ് പേയ്മെൻറ്റ് അപ് ടു 15th December 2019. അതായത് 2019 December 15th വരെ ടാക്സ് പേയ്മെൻറ്റിൽ കുറവുണ്ടായാൽ സെക്ഷൻ 234C പ്രകാരം ഇൻട്രസ്റ്റ് നൽകേണ്ട. നെക്സ്റ്റ് 15th March 100% ആണ് റിക്വയർഡ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234C ഓൺ ഷോർട്ട് ഫോൾ ഇൻ ടാക്സ് പേയ്മെൻറ്റ് അപ് ടു 15th March 2020. 15th March 2020 വരെ ടാക്സ് പേയ്മെൻറ്റിൽ കുറവുണ്ടായാൽ സെക്ഷൻ 234C പ്രകാരം ഇൻട്രസ്റ്റ് നൽകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234C. ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് ഈ മുൻപ് പറഞ്ഞിട്ടുള്ള 3 സെക്ഷൻസിൻ്റെ
ടോട്ടലാണ്. അതായത് സെക്ഷൻ 234A, സെക്ഷൻ 234B ആൻഡ് സെക്ഷൻ 234C. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു അസസി അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിൽ ഫെയിലാകുമ്പോൾ വരുന്ന കുറേ സിറ്റുവേഷൻസ് ആണ്. ഫസ്റ്റ് അസസിൻ ഡിഫോൾട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്രെഡിറ്റ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഫോർ deferment of advance tax ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B ആൻഡ് C ഇൻ ദി കേസ് ഓഫ് നോൺ റെസിഡൻറ്റ് അസസിൻ്റെ കേസിൽ വരുമ്പോൾ പറഞ്ഞു. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ 3 ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 3 സെക്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234A, 234B ആൻഡ് 234C. ലാസ്റ്റ് വൺ ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ എന്താണെന്ന് പറഞ്ഞു. അത് ഈ മുൻപ് പറഞ്ഞ 3 സെക്ഷൻസിന് ടോട്ടൽ ചെയ്തുകൊണ്ടുള്ളതാണ്. ദാറ്റ് ഈസ് സെക്ഷൻ 234A ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് അണ്ടർ സെക്ഷൻ 234B ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234C. താങ്ക് യു.